തുആമു ബുയൂത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് അലാ ഖല്ലത്തിഹി ഖശന, ആ വീട്ടിൽ പരുപരുത്ത ഭക്ഷണം മാത്രമേ കഴിക്കാറുണ്ടായിരുന്നു. ഒരിക്കലും തരിപ്പയിലിട്ടിട്ട്, തരിപ്പ അരിപ്പ എന്ന് പറയും അല്ലെ, എന്താ പറയാ, അരിപ്പ തരിപ്പ എന്നൊക്കെ പറയും, അതിലിട്ട് ഇങ്ങനെ തെള്ളിയുണ്ടാക്കിയ ഒരു മാവ് കുഴച്ചിട്ട് ഹബീബ നബി കഴിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനല്ലേ അരിപ്പകൾ വലിയ ആളുകളൊക്കെ ഉപയോഗിക്കുക. സുൽത്താന്റെ വീട്ടിൽ അതുപോലും ഇല്ല. ഉമ്മി ഒന്ന് തൽക്കാലം കളയും, ബാക്കി ഭക്ഷണമാക്കും. ഇതാണ് ഹബീബായ റസൂലുള്ളാഹി. وكان طعام بيوت النبي صلى الله عليه وسلم على قلة خشنا, വളരെ പരുഷമായ ഭക്ഷണമാണ് ആ വീട്ടിൽ കഴിച്ചിരുന്നത് മുസ്തഫ നബിയും ഭാര്യമാരും. അതിന്റെ അളവ് ഞാൻ പിന്നെ പറയാം. അത് വളരെ പരുഷമായ ഭക്ഷണമായിരുന്നു. ഒന്നാമത്തത് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്ന് നബി ഒരിക്കലും പറഞ്ഞിട്ട് അവർക്കതോട്ട് കിട്ടുകയും ഇല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലദീ ബഅസ മുഹമ്മദൻ ബിൽ ഹഖ് മാ റഅ അൻ-നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഖലാ വലാ അകല ഖുബ്സൻ മൻഖൂലാ. ഇങ്ങനെ അരിപ്പയിൽ അരിച്ചെടുത്ത ഒരു റൊട്ടി തന്റെ ജീവിതത്തിൽ ഹബീബായ നബി കഴിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻദു ബഅസഹുല്ലാഹ് ഇലാ അൻ ഖബിലഹു. ഇനി അവിടുത്തെ വീട്ടിന്റെ ഭക്ഷണത്തിന്റെ അളവ് എത്രയായിരുന്നു, എന്തായിരുന്നു ഭക്ഷണം, എന്തായിരുന്നു അതിന്റെ അളവ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പരിശോധിക്കാം. അൻ സഹ്ൽ ബിൻ സഅദ് മാ ശബിഅ അൻ-നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം വഅഹ്ലുഹു ثلاثة أيام تباعا منذ قدم المدينة من خبز الحنطة. ഒരു 3 ദിവസം തുടർച്ചയായി ആ വീട്ടിൽ റൊട്ടി കഴിച്ച ഒരു ദിവസം 10 കൊല്ലത്തിനിടയിൽ ഉണ്ടായിട്ടില്ല. 3 ദിവസം, ഒരു ദിവസം കിട്ടിയ ഒരു ദിവസം ഉണ്ടാവില്ല. അതായത് ثلاثة أيام മുതവാലിയാത്തി, തുടർച്ചയായി 3 ദിവസം ഇവിടെ റൊട്ടി ഉണ്ടായിട്ടുണ്ട് എന്നത് മുൻദു ഖദിമൽ മദീന ഇലാ അൻ ഖബിലഹുല്ലാഹ്, മദീനയിൽ വന്നിട്ട് മരിക്കുന്നത് വരെ അങ്ങനത്തെ തുടർച്ചയായ 3 ദിവസം കിട്ടൂല. നിങ്ങൾ ഇവിടെ ചിന്തിച്ചില്ല, നിങ്ങൾ അതിന് ഗൗരവം മനസ്സിലാക്കിയില്ല. ഈ പറഞ്ഞതിന്റെ മനസ്സിലായില്ല. ഹബീബായ നബിയുടെ വീട്ടിൽ അന്നത്തെ ഭക്ഷണം പ്രധാനമായും എന്താണ്? ഗോതമ്പിന്റെ റൊട്ടി. 3 ദിവസം കൂടെ റൊട്ടി ചുട്ട ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായില്ല. ഒരു ദിവസം കിട്ടിയാൽ പിന്നെ 4 ദിവസം കിട്ടില്ല. 10 കൊല്ലമാണ് മദീനയിലെ ജീവിതം മുസ്തഫ നബിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 10 കൊല്ലത്തിൽ 3 ദിവസം കൂടെ റൊട്ടി കഴിച്ച ഒരു സമയം ഉണ്ടായിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ദിവസം കൂടെ ആ വീട്ടിൽ റൊട്ടി ചുട്ട ഒരു കാലം ഉണ്ടായിട്ടില്ല. അതായത് ഒരു ദിവസം ഉണ്ടായാൽ പിറ്റേന്നുണ്ടാവില്ല, പിറ്റേന്നുണ്ടാവില്ല, ചിലപ്പോൾ ആഴ്ചകളുണ്ടാവില്ല, ചിലപ്പോൾ മാസങ്ങളുണ്ടാവില്ല. അത് പറയാൻ പോകുന്നുണ്ട്. അതായത് ചിലപ്പോഴൊക്കെ പറയാൻ കഴിയല്ലോ, അന്നൊരാഴ്ച നല്ല ഭക്ഷണം കിട്ടി എന്ന് പറയാവുന്ന, എത്ര ദരിദ്രനാണെങ്കിലും എന്ത് പറയാ, എത്ര ദരിദ്രനാണെങ്കിലും പറയാ എന്ത്, അന്നൊരു 2 മാസം നല്ലൊരു ഭക്ഷണം ഉണ്ടായിരുന്നു, പിന്നെയാണ് കമ്മിയായത് എന്ന് പറയുന്നു. എന്നാൽ അങ്ങനത്തെ അവസ്ഥ റസൂലുള്ളാഹിക്ക് ഇല്ല, ഹബീബായ നബിക്കില്ല. മാ ശബിഅ അൻ-നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅഹ്ലുഹു 3 അയ്യാമിൻ തിബാഅ, തുടർച്ചയായ 3 ദിവസം മുൻദു ഖദിമൽ മദീന മിൻ ഖുബ്സിൽ ഹിൻതതി, ഗോതമ്പിന്റെ ഒരു റൊട്ടി 3 ദിവസം തുടർച്ചയായി ആ വീട്ടിൽ ഉണ്ടായിട്ടില്ല. ഹത്താ ഫാറഖ ദുനിയ, മരിക്കണത് അങ്ങനെയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലം യശ്ബഅഹു വലാ ആലുഹു മിൻ ഖുബ്സി ശഈർ, കിട്ടുന്ന റൊട്ടിയാകട്ടെ വയറ് നിറച്ച് കഴിക്കാനോട്ട് ആ വീട്ടിൽ കിട്ടിയിട്ടുമില്ല. ഉണ്ടാകും, പക്ഷെ വയറ് നിറച്ച് കഴിക്കാൻ ഉണ്ടാവില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇടയ്ക്കിടെ വയറ് നിറക്കൽ മോശമാണെന്ന് പറഞ്ഞിടത്തും ഒരു ഹദീസ് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മല്ലേ? ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ട്, എന്ത്, ഇടക്കൊക്കെ ഒരാൾക്ക് വയറ് നിറച്ച് കഴിക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ ഉണ്ടല്ലോ. അതായത് വയറ് നിറച്ച് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ഹദീസ് ഉണ്ട്, എന്ത്, ഇടയ്ക്കിടെ വയറൊക്കെ നിറച്ച് കഴിക്കാം. ഇനി എന്റെ ആ വയറ്റിന്റെ ഉള്ളിൽ തീരെ സ്ഥലമില്ല എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുസ്തഫ നബിയോട് പറഞ്ഞൊരു സമയം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അങ്ങനത്തെ ഒരു സമയവും ആർക്കില്ല, സുഖമില്ല.
ഹബീബായ റസൂലുള്ളാഹി ആ മനുഷ്യനാണ് അന അവ്വലു മൻ യുഹർരിഖു ഹൽഖത ബാബിൽ ജന്നാ, സ്വർഗത്തിന്റെ വാതിലിന്റെ വട്ടക്കണ്ണി ആദ്യം ഇളക്കുന്ന ആൾ ഞാനായിരിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. അങ്ങനെയുള്ള മനുഷ്യനാണ് സയ്യിദുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ അവസ്ഥയാ പറഞ്ഞത്. ഗോതമ്പ് റൊട്ടി 3 ദിവസം കൂടി അങ്ങനെ കിട്ടിയ ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. ഇനിയോ റൊട്ടി കിട്ടിയാൽ പോലും വയറുക്ക് നിറച്ചിട്ട് ഹബീബായ നബിയും അവിടുത്തെ കുടുംബവും അവിടുത്തെ മരണം വരെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച ഒരു സമയം ഉണ്ടായിട്ടേ ഇല്ല. മുൻദു ഖദിമൽ മദീന ഇലാ അൻ ഫാറഖത് ദുനിയാ, മദീനയിൽ വന്നത് മുതൽ മരിക്കുന്നത് വരെ അങ്ങനെ ഒരു സമയം ഇല്ല എന്ന് അൻ സഹ്ൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു. യമുറു അലൈഹിമുൽ ഹിലാൽ, ഇനി 3 ദിവസം തുടർച്ചയായിട്ടില്ല എന്ന് പറഞ്ഞു. ഇനി ഞാൻ വേറൊരു അവസ്ഥയെ പറയുന്നത്. യമുറു അലൈഹിമുൽ ഹിലാലു സുമ്മൽ ഹിലാലു സുമ്മൽ ഹിലാലു ഫീ ശഹ്റൈനി മുതതാബിഈൻ, ആ വീട്ടിൽ 3 മാസമൊക്കെ കഴിഞ്ഞു പോകും. വമാ യൂഖദു ഫീ അബിയത്തി റസൂലില്ലാഹി നാറു, ആ 9 വീട്ടിൽ ഒരു വീട്ടിൽ പോലും തീ കത്തിക്കൂല. ശഹ്റൈനി മുതതാബിഈൻ, 2 മാസം. മനസ്സിലായില്ല? തീയൊന്ന് കത്തിക്കുകയില്ല ഒരു വീട്ടിൽ. ആ 9 വീട്ടിൽ ഒരു വീട്ടിൽ പോലും അടുപ്പിൽ തീ ഉണ്ടാവില്ല. എത്ര മാസം? ചിലപ്പോ ഈ ഹദീസ് ബുഖാരിയിലുണ്ട്, ഈ ഹദീസ് മുസ്ലിമിലുണ്ട്. യമറു അലൈഹിമുൽ ഹിലാലു സുമ്മൽ ഹിലാലു സുമ്മൽ ഹിലാലു ഫീ ശഹ്റൈനി മുതതാബിഈൻ, 1 മാസം മുടിക്കും, എന്നിട്ട് ആ മാസം കഴിയും, പിന്നെ 1 മാസം മുടിക്കും, ആ മാസം കഴിയും, പിന്നെ 1 മാസം മുടിക്കും. അപ്പോൾ എത്ര മാസമായി? 3 മാസോദയം നടന്നു. അപ്പൊ എത്ര ഉള്ളിൽ എത്ര പെട്ടു? പൂർണ്ണമായി 2 മാസം എന്ന് പറയാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു. മനസ്സിലായില്ല? 3 മാസം ഒലിച്ചു എന്ന് പറഞ്ഞപ്പോൾ പൂർണ്ണമായി എത്ര ഉള്ളിൽ പെട്ടു? 2 പൂർണ്ണമായ മാസം. ലാ യൂഖറു ഫീ മുയൂതിഹിം നാറുൻ ലിത്തബഖി വലാ ലിൽഖുബ്സി ആയിഷ റളിയല്ലാഹു അൻഹാ. 2 മാസമൊന്നും അടുപ്പിൽ തീ കത്തിക്കൂല മുസ്തഫ നബിയുടെ വീട്ടിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം തീയിൽ ഉണ്ടാക്കേണ്ട ഒരു സാധനം ആ വീട്ടിൽ കിട്ടൂല. ഇത് കേട്ടപ്പോൾ ഇതൊക്കെ റസൂലുള്ള വഫാത്തായിട്ടാണ് പല ആയിഷ ബീവി പറയുന്നത്. സ്വഹാബികൾ അങ്ങോട്ട് കരഞ്ഞുപോയി, പൊട്ടി കരഞ്ഞു. അപ്പോൾ പിന്നെ ആ കാലഘട്ടങ്ങളിൽ ഉമ്മാ നിങ്ങൾ എങ്ങനെയാ താമസിച്ചിരുന്നത്? അപ്പോൾ പറഞ്ഞു അസ്വദാനി അത്തംറു വൽ മാ, കാരക്കയും പച്ചവെള്ളം കുടിക്കും. ആ കാരക്കയുടെ അളവ് പിന്നെ പറയുന്നുണ്ട്. കാരക്ക നമ്മളിപ്പോ ഒരു കാരക്ക കുറിക്കണം. റസൂലുള്ളാഹിയുടെ ഒരു ഉച്ചഭക്ഷണം പലപ്പോഴും 2 കാരക്ക ഉണ്ടാവുക. അതിലൊന്ന് ആയിഷ ബീവി എടുക്കും, ആ ഭക്ഷണത്തിന് വേണ്ടി പറഞ്ഞു അത്വാമുൽ മുബാറക്, ബറക്കത്തുള്ള ഭക്ഷണം നമുക്ക് റസൂലുള്ളാഹി ചെയ്യും. എത്ര കാരക്ക? 2 കാരക്ക. 2 കാരക്കയായിരിക്കും ഉച്ചഭക്ഷണം. 2 കാരക്കയാണ് റസൂലുള്ളാഹി ഉച്ചഭക്ഷണം. പലപ്പോഴും തംറുവൽ മാ, കാരക്ക അതും വെള്ളം നിറച്ച് തിന്നാനില്ല, 1-2 കാരക്ക, പിന്നെ പച്ചവെള്ളം കുടിക്കും. ശഹ്റൈനി മുതതാബിഈൻ, തുടരെ 2 മാസം ആ വീട്ടിന്റെ അവസ്ഥയായിരുന്നു. ആ വീട്ടിൽ ഒരിക്കലും 2 മാസമൊന്നും അടുപ്പിൽ തീ കത്തിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. കാരണം അതിനുള്ള സാധനം ആ വീട്ടിൽ ഉണ്ടാവുകയില്ല. ഒരിക്കൽ ജനങ്ങൾ വല്ലാതെ സൗകര്യത്തെ തേടുന്നത് പോലെ റസൂലുള്ളാഹിക്ക് തോന്നി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ യുദ്ധമൊക്കെ ആയി, ഗനീമത്തൊക്കെ കിട്ടി, അത്യാവശ്യം സ്വഹാബികളെ വീട്ടിലൊക്കെ കുറച്ച് ദാരിദ്ര്യമൊക്കെ തീർന്നിട്ടുണ്ട്. എല്ലാവരും സൗകര്യത്തിന് പിന്നാലെ പോവുകയാണോ എന്ന് കണ്ടപ്പോൾ ഖതബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ മാ അംസാ ഫി ആലി മുഹമ്മദിൻ മിൻ സാഇം മിൻ തആമിൻ ലിത്തിസാതി അബിയാതിഹി, 9 വീട്ടുകാർക്ക് വിരിച്ചു കൊടുക്കാൻ ഈ മുഹമ്മദിന്റെ കയ്യിൽ ഇന്ന് 1 സായ ഗോതമ്പ് പോലും ഇല്ല. 9 വീട്ടുകാർക്ക് ഞാൻ ചെലവ് കൊടുക്കണം. ഒരു സായ ഗോതമ്പ് കിട്ടിയിരുന്നെങ്കിൽ 9 വീട്ടുകാർ ഇരിക്കാം. അതും ഇന്നെന്റെ കയ്യിലില്ല. സയ്യിദുനാ മുഹമ്മദ് ഇല്ലായ്മ പറഞ്ഞതല്ല, ഉമ്മത്തുഹു, ഉമ്മത്തിനൊരു പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി മുസ്തഫ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. 9 വീട്ടിൽ വീതിച്ചു കൊടുക്കാൻ എന്ത് മതി എനിക്ക്?
ഒരു സായ് എന്ന 2.5 ലിറ്ററാണ്. 2.5 ലിറ്റർ ഗോതമ്പ് കിട്ടിയാൽ മതിയായിരുന്നു. ഈ വീട്ടിലൊക്കെ ഞാനത് 9 വീട്ടിനും കൂടി ഈ ഒരു സാധനം വീതിച്ചു കൊടുക്കുകയായിരുന്നു, ഈ 2.5 ലിറ്റർ. പക്ഷെ എന്റെ കയ്യിൽ അതുമില്ല. 9 ഇനി ഒരു സായ കിട്ടിയാൽ തന്നെ 9 വീട്ടിൽ ഞാൻ വീതിക്കുകയാണെങ്കിൽ എത്ര ഉണ്ടാവും ഒരു വീട്ടിൽ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. പഠിച്ചവനെ, അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഉമ്മത്തിന് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി അങ്ങനെ മുസ്തഫ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി ഭക്ഷണം കഴിക്കൂല 2 മാസമൊന്നും. അതും കാരക്കയും വെള്ളം അതും കിട്ടൂല. രാത്രി ഭക്ഷണം പലപ്പോഴും ആ വീട്ടിലുണ്ടാവില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്മാരെ, അത്താഴം വേണ്ടത്ര ഭംഗിയാകത്തിന് പേരിൽ നോമ്പ് ഒഴിവാക്കണവരാണ് നമ്മൾ. ഭക്ഷണത്തിന്റെ അളവ് നമ്മൾ ചിന്തിക്കണം. ഇറച്ചിയില്ലാത്ത ഭക്ഷണമില്ല, സുഖവും സൗകര്യവും ഇല്ലാത്ത ദിവസമില്ല. കിസ്റക്കും കൈസറിനും എല്ലാ ദിവസവും ഭക്ഷണം സുഭിക്ഷമാണ് എന്ന് പറഞ്ഞപ്പോൾ പുണ്യ നബി പറഞ്ഞ ഒരു മറുപടി എന്റെ കോഴിക്കോട്ടുകാരെ ഞാൻ നിങ്ങളെ മുന്നിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പുണ്യ നബി പറഞ്ഞു, ഉലൈക ഖൗമുൻ ഉജ്ജിലത് ലഹും ഹയാത്തുദ് ദുനിയാ. അവർ ദുനിയാവിന്റെ സുഖം മാത്രം അല്ലാഹു കൊടുത്തവരാണ്. അല്ലാഹു കാക്കട്ടെ. ആരെ പറ്റിയാ പറഞ്ഞത്? എന്നും സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്ന കിസ്റ കൈസറിനെ കുറിച്ച് റസൂലുള്ളാഹിന്റെ മുന്നിൽ പറഞ്ഞു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, നബിയെ നിങ്ങൾക്ക് എന്താ ഒന്നുമില്ലാത്തത്? നിങ്ങൾക്ക് അള്ളാഹിനോട് ദ്വാരന്ന് വാങ്ങിക്കൂടെ? കിസ്റയും കൈസറൊക്കെ എന്താ അവരെ വീട്ടിലൊക്കെ സുഖം, എന്നും അവർക്ക് നല്ല ഭക്ഷണമാണ്. അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, ഉലൈക ഖൗമുൻ ഉജ്ജിലത് ലഹും അൽ ഹയാത്തുദ് ദുനിയാ. ദുനിയാവിന്റെ സുഖം അല്ലാഹു ആദ്യം ആ നേരത്തെ കൊടുത്ത് അതോടുകൂടെ അള്ളാഹു മതിയാക്കി ജനതക്കായിരിക്കും. ആ അവസ്ഥയാണ് ഹബീബായ നബി. ഉറങ്ങരുത്. ഉറങ്ങാൻ എന്തൊക്കെ രാവും പകലും സുഭിക്ഷമായി ഭക്ഷണം കിട്ടിയ ജനതയെ കുറിച്ച് മുസ്തഫ നബി പറഞ്ഞതാ. ഉലൈക ഖൗമുൻ ഉജ്ജിലത് ലഹുമുൽ ഹയാത്തുദ് ദുനിയാ. ദുനിയാവിന്റെ സൗകര്യം നേരത്തെ അള്ളാഹു ഒരുക്കി കൊടുത്ത ജനതയാണത്. അവരുടെ സൗകര്യം അത് മാത്രമാണ്. അവർക്കാണ് ദുനിയാവിൽ വേണ്ടത്ര കിട്ടിയത് എന്ന് മുസ്തഫ റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, മുസ്തഫ നബിയുടെ കുടുംബക്കാരനാണ്, എളാപ്പയുടെ മകനാണ് മഹാനായ സയ്യിദ്നാ ഇബ്നു അബ്ബാസ്. കാന റസൂലുള്ളാഹി യബീതുൽ ലയാലിൽ മുതതാബിഅത് ത്വാവിയാ. തുടരെ ഒരുപാട് രാത്രികൾ ചുരുട്ട് കിടന്നുകൊണ്ടാണ് ഹബീബായ നബി ഉറങ്ങിയിരുന്നത്. മിനൽ ജൂഇ, വിശപ്പിനാൽ. അതാണ് മിൻ തദക്കുരി റാനിം ബിരി സലാമി മസജ്ദദം അൻജറാ മിൻ മുഖലത്തിൻ ബിദാമി ഹുലാ യസല്ലി വസാ ഇംദായിമൻ അബാദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. കരഞ്ഞ് മനുഷ്യര് ഈ ഹബീബിനെ ഓർത്തിട്ട് പൊട്ടിക്കരഞ്ഞ് കണ്ണ് തടങ്ങളിലെ കണ്ണുനീര് വച്ച് രക്തവും ചാലിട്ടൊഴുകിയില്ലേ മുഅ്മിനീങ്ങളെ? എങ്ങനെ കരയാതിരിക്കും? അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യബീതുൽ ലയാലി അൽ മുതതാബിഅ. തുടരെ പല രാത്രികളും റസൂലുള്ളാഹ് കടന്നിരുന്നത് ത്വാവിയൻ, ചുരുണ്ട് കിടക്കും. വഅഹ്ലുഹു, നബി മാത്രമല്ല, വഅഹ്ലുഹു, ഭാര്യമാർ. മിക്കവാറും രാത്രി ഭക്ഷണം അവർക്ക് ലഭിക്കാറേ ഇല്ല. ആ വീട്ടിൽ രാത്രി ഭക്ഷണം കിട്ടാറില്ല. നമ്മളെ ഉമ്മമാരൊക്കെ കുട്ടികൾ ഇനി ഉറങ്ങാൻ ഭക്ഷണം കഴിക്കാതെ ഉറങ്ങുകയാണെങ്കിൽ പറയാ, രാത്രി ഭക്ഷണം കഴിക്കാതെ കിടക്കരുത്, ഒരു പ്രാവിന്റെ ഇറച്ചി കുറയും. കുറമല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞത്? അല്ലേ അങ്ങനെ പറയൂലേ? രാത്രി ഒന്നും കഴിക്കാതെ കിടക്കല്ലേ, രാത്രി ഒന്നും കഴിക്കാതെ കിടന്നാലേ ഒരു പ്രാവിന്റെ ഇറച്ചി കുറയും അല്ലേ, അങ്ങനെ പറഞ്ഞിരുന്നില്ലേ? ചിന്തിച്ചു നോക്ക്, ഹബീബായ റസൂലുള്ളാഹിക്ക് എത്ര പ്രാവിന്റെ ഇറച്ചി കുറഞ്ഞിട്ടുണ്ടോ? ചിന്തിക്കേ. മുസ്തഫ റസൂലുള്ളാഹി അല്ലയാലിൽ മുതതാബിഅ ത്വാബിയൻ വഅഹ്ലു, ചുരുണ്ട് കിടക്കും. മിനൽ ജൂഇ, വിശന്നിട്ട് ചുരുണ്ട് കിടക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു